നമുക്ക് കോഴിക്കോട്ടേക്ക് ഒന്ന് പോകണം. അവിടെ എം.എസ്. അനീഷ് കുമാർ ഉണ്ട്. അനീഷ്, കോഴിക്കോട്ടെ മഴയുടെ സ്ഥിതി എന്താണ്? റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അവധിയാണ് സ്കൂളുകൾക്കും കോളേജുകൾക്കും മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, തുടർച്ചയായ ദിവസങ്ങളിൽ ഇപ്പോൾ കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട്ട് നിലനിൽക്കുന്നത്. ഏതാണ്ട് ഇന്നലെ ഒരു ഉച്ചവരെ മഴയ്ക്കൊരു നേരിയ ശമനം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് തലേന്ന് 2 ദിവസം തുടർച്ചയായി കനത്ത മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ഉച്ചതിരിഞ്ഞ ശേഷം വീണ്ടും കാലവർഷം സജീവമായി നിലയുറപ്പിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട് കാണാൻ കഴിയുന്നത്. അതിതീവ്ര മഴയാണ് പലപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഇന്നലെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. മതപഠന കേന്ദ്രങ്ങൾ അടക്കമുള്ളവയ്ക്കാണ് അവധി ബാധകം എന്ന് കളക്ടർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ PSC പരീക്ഷകൾ, സർവകലാശാല പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടാവുകയില്ല എന്ന അറിയിപ്പിൽ പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ജില്ലയുടെ താഴ്ന്ന മേഖലകളിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഒരുപാട് തീരദേശ മേഖലകൾ അതിർത്തി പങ്കിടുന്ന ഒരു ഇടം കൂടിയാണ് കോഴിക്കോട് ജില്ല. അതുകൊണ്ട് തീരപ്രദേശങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഒപ്പം ഈ തീരപ്രദേശം കൊണ്ട് തന്നെ ജില്ലയുടെ മറുവശം പൂർണ്ണമായും മലയോര മേഖലകളാണ്. മലയോര മേഖലകളിലും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുമൊക്കെയുള്ള വലിയ സാധ്യതകൾ നിലനിൽക്കുന്നു. കഴിഞ്ഞ തവണ വിലങ്ങാട് മറ്റുമൊക്കെ ഉണ്ടായ വലിയ അപകടത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. അതുകൊണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഇടങ്ങളിൽ താമസിക്കുന്നവരെ നേരത്തെ തന്നെ കൃത്യമായ സുരക്ഷിത സങ്കേതങ്ങളിലേക്ക് മാറ്റണം എന്ന നിർദ്ദേശം അധികൃതർ നൽകിയിരുന്നു. ഇവർക്കായി ദുരിതാശ്വാസ ക്യാമ്പുകളും മറ്റുമൊക്കെ ഇതിനകം ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കട്ടിപ്പാറ, തിരുവമ്പാടി, കൂടരഞ്ഞി പോലുള്ള മറ്റും മലയോര മേഖലകളുമുണ്ട്. ഇവിടെയും പലയിടങ്ങളിലും ഇത്തരത്തിൽ വലിയ പാറക്കഷ്ണങ്ങളും മറ്റുമൊക്കെ താഴേക്ക് അടർന്നു വീണ് അപകടമുണ്ടാവാനുള്ള സാധ്യത, പുഴകൾ കരകവിഞ്ഞൊഴുകാനുള്ള സാധ്യതകൾ എന്നിവയൊക്കെ നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ മലയോരങ്ങളിൽ താമസിക്കുന്ന ആളുകളും ഒപ്പം പുഴയോട് ചേർന്ന ഇടങ്ങളിലെ ആളുകളും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിരുന്നു. ഒപ്പം പോലീസിനും മറ്റും ഇതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മാറാൻ തയ്യാറാവാത്തവരുണ്ട്, അവരെ കർശനമായി അവിടെ നിന്നും നീക്കം ചെയ്യണം. അതുകൊണ്ട് പരമാവധി അനിഷ്ടങ്ങളുണ്ടായാൽ ആൾനാശം അല്ലെങ്കിൽ ജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കുറയ്ക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ഇതിനകം തുറന്നു കഴിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും നിലവിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയുടെ ഒരു ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് ആശ്വാസം. പക്ഷേ വരും മണിക്കൂറുകളിലും മഴ കനത്ത് തന്നെ തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഏതായാലും മഴ കോഴിക്കോട് ജില്ലയിലും ശക്തമായി തുടരുന്നുണ്ട്. ഈ 3 ജില്ലകൾ പ്രധാനമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളാണ്. ജനങ്ങൾ ജാഗ്രതയോടെ സമീപിക്കണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.